സുജയ. ഡോക്ടർ അരുൺ, ആറ്റിങ്ങലിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഞാൻ വി മുരളീധരനിലേക്ക് വരുന്നതിന് മുൻപ് വി ജോയിയിലേക്ക് ഒന്ന് പോകാം. അതായത് വി ജോയിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അത് അഴൂർ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു ജോയിയുടെ ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അവിടുത്തെ വി മുരളീധരൻ്റെയും വി ജോയിയുടെയും ചാൻസസ് കൃത്യമായി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അഴൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ വി ജോയി വിജയിക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത്. നോക്കൂ, ആ ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ബിൽഡ് ചെയ്ത് വരുന്ന ഒന്നാണ് വി ജോയിയുടെ അവിടുത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാം വട്ടവും അഴൂരിൽ ജോയി വിജയമാവർത്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വി ജോയി മത്സരിക്കുന്നു. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. പിന്നെ 2015 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഈ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല കഹാറിനെ പരാജയപ്പെടുത്തുന്നതിനായി CPIM വി ജോയിയെ അവിടേക്ക് നിയോഗിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വി ജോയിക്ക് വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 2386 വോട്ടുകളാണെന്ന് വി ജോയിക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെ UDFന്റെ സിറ്റിംഗ് മണ്ഡലം ജോയി പിടിച്ചെടുക്കുകയാണ്, വർക്കല എന്ന സിറ്റിംഗ് മണ്ഡലം. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് വി ജോയി യഥാർത്ഥത്തിൽ എന്താണ് ജോയിയുടെ സ്ട്രെങ്ത് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നത്. അന്ന് 2386 ആയിരുന്നെങ്കിൽ 2021 ആകുമ്പോഴേക്കും വി ജോയി 17,821 തന്റെ ഗ്രാഫ് ഉയർത്തുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് വി ജോയിയെ ഇത്തവണ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വർക്കലയിൽ ഇതിനകം തന്നെ ജോയിയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അത് ഇളകാത്ത ഒരു ബേസാണ്. കാരണം അഴൂർ മുതൽ വർക്കല വരെയുള്ള ആ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മുന്നിലുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് വി ജോയിക്ക് എത്രത്തോളം വി മുരളീധരൻ അപ്പുറത്തേക്ക് വി മുരളീധരൻ അവിടേക്ക് വരുന്നത് കൃത്യമായി ആറ്റിങ്ങലിൽ ജയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. കേന്ദ്രമന്ത്രിയായിരിക്കെ ഏറ്റവും കൂടുതൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത് ആറ്റിങ്ങലിലും തിരുവനന്തപുരം മണ്ഡലത്തിലുമാണ്. ഒന്നുകിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ആറ്റിങ്ങൽ, ഇതിലൊന്നിൽ വി മുരളീധരൻ 2024 മത്സരിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ ഒടുവിൽ ആറ്റിങ്ങൽ ഈഴവ വോട്ടുകൾക്ക് പ്രാധാന്യം ഉള്ള അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ വിധി നിശ്ചയിക്കുന്ന ആറ്റിങ്ങലിലേക്ക് വി മുരളീധരൻ വരികയാണ്. ഇവിടെ വി മുരളീധരൻ ജയിക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം. അതായത് അടൂർ പ്രകാശ് വന്ന് പിടിച്ചെടുത്ത വോട്ടുകൾ, അതായത് ഇടതുപക്ഷത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് അടൂർ പ്രകാശ് പിടിച്ചെടുത്ത് കഴിഞ്ഞ തവണ ജയിച്ച വോട്ടുകൾ ഈഴവ വോട്ടുകളാണ്. അത് അപ്പാടെ വി മുരളീധരനിലേക്ക് വരണം. അങ്ങനെ ഒരു 10% ഷിഫ്റ്റ് വന്നാൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അവിടെ കഴിഞ്ഞ 3 വർഷം സജീവമായി ക്യാമ്പയിൻ ചെയ്ത ആളാണ് വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ അവിടെ പല പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും സിറ്റിംഗ് MP കൂടുതൽ ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ അടൂർ പ്രകാശിൽ നിന്നൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ വി മുരളീധരൻ അവിടെ ജയിക്കുകയുള്ളൂ. വി ജോയ്ക്ക് അതേസമയം വർക്കലയിലെ ബേസ് ഉണ്ട്. അതിന് മുകളിൽ പാർട്ടി സംവിധാനം മൊത്തത്തിൽ കേന്ദ്രീകരിച്ചതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കുന്നത് ഈ രണ്ട് ഘടകങ്ങൾ തമ്മിലാണ്. ഓക്കെ.